സംഖ്യാപുസ്തകം അദ്ധ്യായം 1. യിസ്രായേൽ മക്കൾ ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമനകൂടാരത്തിൽവച്ച് മോശെയോട് ഇപ്രകാരം അരുളിച്ചെയ്തു. നിങ്ങൾ യിസ്രായേൽ മക്കളെ എല്ലാം ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകലപുരുഷന്മാരുടെയും പേര് ആളാംപ്രതി പട്ടികയിൽ ചേർത്ത് സംഘത്തിന്റെ കണക്കെടുക്കണം. നീയും അഹരോനും യിസ്രായേലിൽ 20 വയസ്സുമുതൽ മുകളിലേക്ക് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണംഗണമായി എണ്ണണം. ഓരോ ഗോത്രത്തിൽ നിന്നും പിതൃഭവനത്തലവനായ ഒരാൾ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കണം. നിങ്ങളോടുകൂടി നിൽക്കേണ്ടുന്ന പുരുഷന്മാർ ഇവരാണ്: രൂബേൻ ഗോത്രത്തിൽ ശെദേയൂരിന്റെ മകൻ എലീസൂർ, ശിമെയോൻ ഗോത്രത്തിൽ സൂരീശദ്ദായിയുടെ മകൻ ശെലൂമീയേൽ, യെഹൂദാ ഗോത്രത്തിൽ അമ്മീനാദാബിന്റെ മകൻ നഹശോൻ, യിസ്സാഖാർ ഗോത്രത്തിൽ സൂവാരിന്റെ മകൻ നെഥനയേൽ, സെബൂലൂൻ ഗോത്രത്തിൽ ഹോലോന്റെ മകൻ എലീയാബ്, യോസേഫിന്റെ മക്കളിൽ എഫ്രയീം ഗോത്രത്തിൽ അമ്മീഹൂദിന്റെ മകൻ എലീശാമാ, മനശ്ശെ ഗോത്രത്തിൽ പെദാസൂരിന്റെ മകൻ ഗെമലീയേൽ, ബെന്യാമീൻ ഗോത്രത്തിൽ ഗിദെയോനിയുടെ മകൻ അബീദാൻ, ദാൻ ഗോത്രത്തിൽ അമ്മീശദ്ദായിയുടെ മകൻ അഹീയേസെർ, ആശേർ ഗോത്രത്തിൽ ഒക്രാന്റെ മകൻ പഗീയേൽ, ഗാദ് ഗോത്രത്തിൽ ദെയൂവേലിന്റെ മകൻ എലീയാസാഫ്, നഫ്താലി ഗോത്രത്തിൽ ഏനാന്റെ മകൻ അഹീര. ഇവർ സംഘത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരും തങ്ങളുടെ പിതൃഗോത്രങ്ങളിൽ പ്രഭുക്കന്മാരും ആയിരുന്നു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഈ പുരുഷന്മാരെ മോശെയും അഹരോനും കൂട്ടിക്കൊണ്ടുപോയി 2-ാം മാസം 1-ാം തീയതി അവർ സർവ്വസഭയെയും വിളിച്ചുകൂട്ടി. അവർ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും ആളാംപ്രതി 20 വയസ്സുമുതൽ മുകളിലേക്ക് പ്രായമുള്ള ഓരോരുത്തരുടെയും പേര് പട്ടികയിൽ ചേർത്ത് താന്താങ്ങളുടെ വംശവിവരം അറിയിക്കുകയും ചെയ്തു. യഹോവ മോശെയോട് കല്പിച്ചതുപോലെ അവൻ സീനായി മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണമെടുത്തു. യിസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ മക്കളുടെ സന്തതികൾ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മുകളിലേക്ക് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 46,500 പേർ. ശിമെയോന്റെ മക്കളുടെ സന്തതികളിൽ ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മുകളിലേക്ക് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 59,300 പേർ. ഗാദ് ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മുകളിലേക്ക് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 45,650 പേർ. യെഹൂദാ ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മുകളിലേക്ക് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 74,600 പേർ. യിസ്സാഖാർ ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 54,400 പേർ. സെബൂലൂൻ ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 57,400 പേർ. യോസേഫിന്റെ മക്കളിൽ എഫ്രയീം ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മുകളിലേക്ക് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 40,500 പേർ. മനശ്ശെ ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മുകളിലേക്ക് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 30,200 പേർ. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മുകളിലേക്ക് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 35,400 പേർ. ദാൻ ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 60,700 പേർ. ആശേർ ഗോത്രത്തിൽ നിന്ന് കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും
പേരുപേരായി എണ്ണപ്പെട്ടവർ 41,500 പേർ. നഫ്താലി ഗോത്രത്തിൽ നിന്ന് കുലംകുലമായും കുടുംബം കുടുംബമായും 20 വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകലപുരുഷന്മാരും പേരുപേരായി എണ്ണപ്പെട്ടവർ 53,400 പേർ. മോശെയും അഹരോനും ഗോത്രത്തിന് ഒരാൾ വീതം യിസ്രായേൽ പ്രഭുക്കന്മാരായ 12 പുരുഷന്മാരും കൂടി എണ്ണമെടുത്തവർ ഇവർ തന്നെ. യിസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി 20 വയസ്സുമുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകലപുരുഷന്മാരുമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവി ഗോത്രത്തെ മാത്രം എണ്ണരുത്, യിസ്രായേൽ മക്കളുടെ ഇടയിൽ അവരുടെ സംഖ്യ എടുക്കുകയും അരുത് എന്ന് യഹോവ മോശെയോട് കല്പിച്ചിരുന്നു. ലേവ്യരെ സാക്ഷ്യനിവാസത്തിനും അതിന്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ വിചാരകന്മാരായി നിയമിക്കണം. അവർ തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും വഹിക്കണം. അവർ അതിന് ശുശ്രൂഷ ചെയ്യുകയും തിരുനിവാസത്തിന്റെ ചുറ്റും പാളയമടിച്ച് പാർക്കുകയും വേണം. തിരുനിവാസം പുറപ്പെടുമ്പോൾ ലേവ്യർ അത് അഴിച്ചെടുക്കണം. തിരുനിവാസം അടിക്കുമ്പോൾ ലേവ്യർ അത് നിവർത്തണം. ഒരന്യൻ അടുത്തുവന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. യിസ്രായേൽ മക്കൾ ഗണംഗണമായി ഓരോരുത്തൻ അവരവരുടെ പാളയത്തിലും സ്വന്തം കൊടിക്കരികെയും ഇങ്ങനെ കൂടാരമടിക്കണം. എന്നാൽ യിസ്രായേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യനിവാസത്തിന് ചുറ്റും പാളയമിറങ്ങണം. ലേവ്യർ സാക്ഷ്യനിവാസത്തിന്റെ കാര്യം നോക്കണം എന്ന് യഹോവ മോശെയോട് കല്പിച്ചതുപോലെ എല്ലാം യിസ്രായേൽ മക്കൾ ചെയ്തു. അതുപോലെ തന്നെ അവർ ചെയ്തു.